ഹായ് ഫ്രണ്ട്സ്, ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ഫോണിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. ബാക്കി വീഡിയോ എഡിറ്ററുകളെ പോലെയല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ബാക്കി വീഡിയോ എഡിറ്റിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയി ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ള ഇൻഷോട്ട് എന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻഷോട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. നമുക്കിവിടെ വീഡിയോ എഡിറ്റിംഗ് ആണ് കാണിക്കുന്നത്. അതിനുവേണ്ടി വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഇനി ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്യും. അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മെറ്റീരിയൽ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് പ്രിസെറ്റുകളൊക്കെ ഉണ്ട്. ഇതുപോലെ വെൽക്കം സ്ക്രീനും എൻഡ് സ്ക്രീനും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ എന്നുള്ള ഭാഗത്ത് നിന്നും ഒരു വീഡിയോ ജസ്റ്റ് ഒന്നെടുത്ത് കാണിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. വീഡിയോ ഇതിനകത്തുള്ള ഇൻഷോട്ടിനകത്തുള്ള ടൂൾസൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു എഡിറ്റിംഗ് രീതികളൊന്നുമല്ല. അതായത് ഇതിനകത്തുള്ള ടൂൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഫസ്റ്റത്തെ ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിനായിട്ടുള്ള വീഡിയോ ആണോ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള ക്യാൻവാസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിൽ 1:1, 4:5, 9:16 എന്നിങ്ങനെയുള്ള റേഷ്യോസ് ഉണ്ട്. ഇപ്പോൾ റീൽസൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ 9:16 എന്ന റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ റീൽസിൻ്റെ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണെങ്കിൽ 1:1 അങ്ങനെ വരും. യൂട്യൂബിൻ്റെ ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ 16:9 റേഷ്യോയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യാനുസരണം ഇവിടെ വിവിധ റേഷ്യോകളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് 16:9 നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് സാധാരണ എഡിറ്റ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ഓഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മ്യൂസിക് നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക് ഫയൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു മ്യൂസിക് എന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് മൈ മ്യൂസിക് എന്നതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന മ്യൂസിക് ഫയലുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എഫക്റ്റ് എന്നതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെയുള്ള കുറേയധികം എഫക്റ്റുകളുണ്ട്. നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. നമുക്കതൊക്കെ ആവശ്യമെങ്കിൽ വീഡിയോയ്ക്ക് മാച്ചാവുന്ന രീതിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കണം, നിങ്ങളുടെ സ്വന്തം ശബ്ദം ഇതിനകത്ത് വോയിസ് ഓവറായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഈ ചുവന്ന റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അടുത്തത് നമുക്കിവിടെ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് വിവിധ തരത്തിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മനോഹരമായ രീതിയിൽ ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ക്യാപ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ എഫക്റ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചധികം AI ബേസ് ചെയ്തിട്ടുള്ള എഫക്റ്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ എഫക്റ്റ് പ്ലസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ എഫക്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഓരോന്ന് എടുത്ത് നോക്കുക. എല്ലാം കാണിക്കുന്ന വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. AI എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ലാസ്റ്റ് ഒന്ന് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനായിട്ട് പറ്റും. ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ജിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലർ ഇത്തരത്തിൽ ബ്ലർ ആക്കാൻ പറ്റും. ജിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അത് ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, കാരണം ബ്ലറൊക്കെ കൊടുത്ത് വ്യക്തമായി ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററാണ്. ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് പ്രിസെറ്റുകൾ ഇത്തരത്തിലുള്ള ഫിൽറ്ററുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കളറും കാര്യങ്ങളൊക്കെ കളർ ഗ്രേഡിംഗ് ഒക്കെ അവർ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്രിസെറ്റുകൾ ഇത്തരത്തിലുള്ളതുണ്ട്. കുറേയൊക്കെ ഫ്രീ ആണ്, കുറേയൊക്കെ പെയ്ഡാണ്. അതൊക്കെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിനകത്തുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടി ഒന്ന് കാണിക്കാം. നമുക്കിവിടെ അഡ്ജസ്റ്റിനകത്തേക്ക് വരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടുകയാണ്, ഒന്ന് കോൺട്രാസ്റ്റ് അല്പം കൂട്ടുകയാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ വീഡിയോ ടിൻ്റൊക്കെ ആവശ്യമെങ്കിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സാച്ചുറേഷൻ
അതങ്ങോട്ട് ഇങ്ങോട്ടും കൂട്ടിക്കഴിഞ്ഞാൽ കൂടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കർവൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക, ആവശ്യമില്ലാതെ അതിലൊന്നും തൊട്ട് നശിപ്പിക്കാൻ നിൽക്കേണ്ട. പിന്നെ ഹൈലൈറ്റ്, ഷാഡോസ് അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം വീഡിയോയ്ക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. വിഗ്നെറ്റ്, വീഡിയോ നല്ല ഷാർപ്പൺ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് ബിഫോർ ആഫ്റ്റർ കാണാൻ വേണ്ടി ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലേ, ഇതാണ് ആദ്യത്തെ ഒരു വീഡിയോ. ഞാനത് കളർ ഗ്രേഡ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തേത്, ഇതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. നമ്മളത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ട്. അടുത്തത് പിപ്പ് മോഡാണ്. പിപ്പ് മോഡെന്ന് വെച്ചാൽ നമുക്ക് ബി റോൾസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് കൊടുക്കുന്ന വീഡിയോ എ റോള്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന വീഡിയോസ് നമ്മൾ ബി റോൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു വീഡിയോ ക്ലിപ്പോ ഫോട്ടോയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. എൻ്റെ ഈ ഒരു ചിത്രം ഇതിൻ്റെ വീഡിയോൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യും. ചിത്രമോ വീഡിയോയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഒറ്റയ്ക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ ആ കൊടുത്ത പിപ്പിനകത്ത് നമുക്ക് അനിമേഷനും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡ്യൂറേഷൻ, ഫിൽറ്റർ, അതിനകത്ത് നമുക്ക് അനിമേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ ഇങ്ങനെയുള്ള അനിമേഷൻസ് നമുക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയാണ് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളിലേക്ക് വരിക. അതായത് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, ഈ ഭാഗത്തും വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണ്ടാത്ത പോർഷൻസൊക്കെ നമ്മൾ ഇൻഷോട്ടിനകത്ത് അങ്ങനെ കട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗം വേണ്ട, അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുന്നു. സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, ഏതുവരെയാണ് വേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും സ്പ്ലിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് അത്രയും ഭാഗം സെലക്റ്റായി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ട്. ഇപ്പോൾ വോളിയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടി ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കൂടുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ആ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കൂടി കയറി വന്ന് ഭയങ്കര വൃത്തിയിടാവും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് സൂം ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത്തരത്തിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചൊക്കെ ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ AI കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസൊക്കെ അവർ തന്നെ കട്ട് ചെയ്ത് കളയുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോൾ മ്യൂട്ടായിട്ടുള്ള കുറച്ച് ഭാഗം, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി സംസാരിക്കില്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് സ്റ്റോപ്പുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റോപ്പുകളൊക്കെ ഈ AI തന്നെ അനലൈസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ്. അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് വീഡിയോ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പോൾ ഈ ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്ന ആ ഭാഗം എനിക്ക് വേണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഇങ്ങനെ ക്രോപ്പ് ചെയ്തൊക്കെ കളയാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കാണിക്കുന്നില്ല. പിന്നെ നമുക്കിവിടെ സ്വിച്ച് എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് പിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. തൽക്കാലം അതും നമുക്കിവിടെ ആവശ്യമില്ലാത്തതാണ്. അതുപോലെ നമുക്ക് ഇവിടെ കട്ടൗട്ട് എടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വീഡിയോയിലുള്ള ആളിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം, അതായത് ഇപ്പോൾ ഞാനാണ് അവിടെ സംസാരിക്കുന്നത്, എന്നെ മാത്രമായിട്ട് ഇത്തരത്തിൽ കട്ടൗട്ട് എടുത്തിട്ട് കട്ടൗട്ട് ചെയ്ത് ക്രോമാക്കി നമുക്ക് ഗ്രീൻ സ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ട് പച്ച ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കാം. നമ്മുടെ വെറുതെ കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് അവിടെ എന്നെ മാത്രം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കങ്ങനെ കട്ടൗട്ട് കൊടുത്തിട്ട് നേരത്തെ വന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലേ, അപ്പോൾ കട്ടൗട്ട് എടുത്ത ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരിക. ഇവിടെ ഇമേജ് പോയി കഴിഞ്ഞാൽ ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും. അതൊക്കെ സ്വയം നിങ്ങൾ തന്നെ എടുത്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് വോയിസ് എഫക്റ്റുകൾ മാറ്റാൻ പറ്റും. പിന്നെ ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, റൊട്ടേറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള പ്രധാനം. പിന്നെ ഇവിടെ കീ ഫ്രെയിംസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ എഡിറ്ററിന്, എന്നാൽ സിമ്പിൾ ആണെങ്കിൽ കൂടി ഇതിനകത്ത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫുൾ പാക്കഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. വളരെ സിമ്പിളി നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. വേറെ ആപ്ലിക്കേഷനകത്തൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് വന്നിട്ട് നമുക്കൊരു എൻഡ് സ്ക്രീനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ കൊടുക്കുക. ഇവിടെ ഒന്ന് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻഡ് സ്ക്രീനും കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതും ആ ഒരു എൻഡ് സ്ക്രീനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്ത് ടിക്ക് കൊടുക്കുന്നു. ഉണ്ടോ, വീഡിയോ ലാസ്റ്റ് ആ ഒരു എൻഡ് സ്ക്രീനൊക്കെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ
നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഉണ്ട്, അത് കളയാൻ പറ്റും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ റിമൂവ് ഉണ്ട്, ഒരു പരസ്യം വന്നിട്ട് അതങ്ങ് റിമൂവ് ആയിക്കോളും. അത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ഏത് ഫോർമാറ്റിൽ വേണം അത് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. വീഡിയോ ആയിട്ട് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക.